ലോകത്തെ മുഴുവൻ തെറ്റിക്കുന്നവനായി, അഥവാ യോഹന്നാൻ അപ്പോസ്തലൻ ആത്മാവിൽ എഴുതിയത്, അവൻ ഭൂതലത്തെ മുഴുവൻ തെറ്റിക്കുന്ന ഒരു പ്രതിയോഗി, ഒരു വൈരിയാകുന്നു എന്ന് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തുകയാ. അപ്പോൾ ഈ പിശാച് മനുഷ്യന്റെ വൈരിയായിരുന്ന് എന്താണ് ചെയ്യുന്നത്? അവൻ ഭൂതലത്തെ തെറ്റിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ഭൂതലത്തിലുള്ള മനുഷ്യർ തെറ്റിപ്പോകുന്നത്? കഴിഞ്ഞ രാത്രിയിൽ രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. ഒന്ന്, ഈ ലോകത്തിൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ഏറ്റുകൊണ്ട് അവൻ നീതിമാനായി ജീവിക്കേണ്ടതിന് പകരം അവൻ തിന്മയുള്ളവനായി തെറ്റിലേക്ക് മാറ്റപ്പെടുവാനുള്ള കാരണം യേശു തമ്പുരാൻ ഇഹലോകത്തിലായിരിക്കുമ്പോൾ ഒരു സത്യം, ഒരു നഗ്ന സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഈ ലോകം തെറ്റുന്നത്. ലോകത്തിൽ പാർക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ തെറ്റുകൾ, അതിന്റെ കാരണം അത് എന്ന് യേശു പറയുകയുണ്ടായി. ഒന്ന്, തിരുവെഴുത്തുകളെ നിങ്ങൾ അറിയാതെ പോകുന്നു. രണ്ട്, ദൈവശക്തിയെ നിങ്ങൾ അറിയാതെ പോകുന്നു. എന്താണ് തിരുവെഴുത്ത്? വേദപുസ്തകത്തെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം പഠിച്ചു നോക്കിയാൽ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന അനേകം മാർമിക സത്യങ്ങളെ നമുക്ക് കണ്ടെത്തുവാനായി സാധിക്കും. ഈ തിരുവെഴുത്തിന്റെ സന്ദേശങ്ങൾ അതിന്റെ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഒരു മനുഷ്യൻ ഉൾക്കൊണ്ടാൽ ഒരു ശക്തിക്കും ലോകത്തിൽ ഒരു മനുഷ്യനെയും തെറ്റിപ്പാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ തിരുവെഴുത്ത് മനുഷ്യൻ അറിയാതെ പോകുന്നതാണ് അവന്റെ തെറ്റിന്റെ കാരണം എന്നാണ് യേശു തമ്പുരാൻ പറഞ്ഞത്. എന്താണ് തിരുവെഴുത്ത്? തിരുവെഴുത്ത് എന്ന് പറയുന്നത് ഒരു മണിക്കൂർ കൊണ്ട്, 1.5 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർപ്പാൻ സാധ്യമല്ല. എന്നാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മാർമിക സത്യങ്ങളിൽ തിരുവെഴുത്തെടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകരക്ഷിതാവായി ദൈവമായിരുന്ന ക്രിസ്തുനാഥൻ മനുഷ്യന്റെ വേഷത്തില് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന് രക്ഷ കൊടുക്കുവാൻ, പാപം നിമിത്തം മരിക്കുവാനും ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പിന്റെ പ്രത്യാശ മനുഷ്യരാശിയിൽ നൽകുവാൻ വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു ജനിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ബൈബിൾ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. ഇതിന്റെ സത്യം ലോകത്തിലെ മനുഷ്യരെ അറിഞ്ഞാൽ വൈരിയാകുന്ന സാത്താന് ഒരു മനുഷ്യനെ തെറ്റിപ്പാൻ സാധ്യമല്ല. എന്നാൽ ഇന്നത്തെ ലോകത്തിലെ മനുഷ്യർ തെറ്റിലേക്ക് പോകുവാനുള്ള കാരണം തിരുവെഴുത്തിന്റെ ഈ യാഥാർത്ഥ്യത്തെ അവർ അറിയുന്നില്ല. വീണ്ടും യേശു പറഞ്ഞത്, നിങ്ങൾ ദൈവശക്തിയെ അറിയുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ തന്റെ എഴുത്തുകളിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവ ശക്തിയാകുന്നു. സുവിശേഷം എന്ന യാഥാർത്ഥ്യം ഈ ലോകത്തിലേക്ക് ദൈവം ദാനമായി അയച്ചപ്പോൾ അതിന്റെ സത്യം ഹൃദയം തുറന്ന് ഏറ്റുകൊണ്ട ഒരു ഭക്തനെ തെറ്റിപ്പാൻ ഭൂതലത്തിൽ ശക്തിയോടെ പ്രവർത്തിക്കുന്ന സാത്താനോ സാത്താന്റെ ശക്തികൾക്കോ അവന്റെ സൈന്യത്തിനോ സാധ്യമല്ല എന്ന് യേശു പറഞ്ഞ വാക്കുകളിലൂടെ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നതാ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മാത്രമല്ല അപ്പോസ്തലൻ പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. ലോകരക്ഷിതാവായ ക്രിസ്തുനാഥൻ ഇഹലോകത്തിൽ വന്ന് കാൽവറി ക്രൂശിൽ 3 ആണികളിൽ മേൽ തൂങ്ങി അവന്റെ രക്തം മനുഷ്യർക്ക് വിലയായി നൽകി. അവന്റെ അവസാനത്തുള്ള രക്തവും പാപിയുടെ മാനസാന്തരത്തിനായി ലോകത്തിലേക്ക് ഒഴുക്കി തന്ന ദൈവപുത്രനായ യേശുനാഥന്റെ ക്രൂശും ക്രൂശിൽ ലോകം കേട്ട വചനവും അത് സുവിശേഷ മുഖാന്തരം ലോകത്തിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു പാപിയുടെ ജീവിതത്തിൽ അത് ദൈവശക്തിയായി പരിണമിക്കുന്നു എന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നു. അപ്പോൾ ഒന്ന് യേശു പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയണം എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകളിൻ പ്രകാരം ഈശോ മശിഹ എന്ന ലോകരക്ഷിതാവിനെ അറിയുമ്പോൾ സാത്താൻ പരാജയപ്പെടുന്നു. 2, സുവിശേഷം എന്ന ദൈവശക്തിയെ ഒരു മനുഷ്യൻ യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ ഉൾക്കൊള്ളുമ്പോൾ ശത്രു അവനെ വാഴാതെ പിശാച് ഭാരപ്പെട്ട് അവൻ പരാജയപ്പെടുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. യേശുനാഥന്റെ ക്രൂശിന്റെ സത്യം ഉൾക്കൊള്ളുന്ന ഒരു ഭക്തന് ശത്രുവിന്റെ മേൽ ആത്യന്തികമായ ജയമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, യേശു ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ സിയോണിലെ മൂലക്കല്ലായി തീർന്നുവെന്നും ആ മൂലക്കല്ലിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുന്നത്, വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. എവിടെ നിന്നാണ് സഹായം ഉണ്ടാകുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുകയുണ്ടായി. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും കഴിയേണ്ടതിന് ധൈര്യത്തോടെ നിങ്ങൾ കൃപാസനത്തിങ്കിലേക്ക് അടുത്തു വരണം എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്രകാരം മനുഷ്യന്റെ മുൻപാകെ ദൈവം സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ സ്വർഗം സ്ഥാപിച്ചു കൊടുത്തിരിക്കുന്ന ആ
കൃപയുടെ സിംഹാസനത്തിൽ വരുമ്പോൾ മനുഷ്യൻ അവിടെ നിന്ന് സഹായം ലഭിക്കും എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ ദൈവവചന ധ്യാനം നാം അവസാനിപ്പിച്ചത്. വീണ്ടും നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരാം. വൈരിയായ സാത്താൻ 60-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചാട്ടെ. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വൈരിയുടെ നേരെ സ്വർഗത്തിലെ ദൈവം മനുഷ്യന് കൊടുക്കുന്ന സഹായം. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വൈരിയുടെ നേരെ ദൈവസഹായം വേണ്ടത്? വൈരിയായ സാത്താൻ മനുഷ്യന്റെ ശത്രുവായി നിന്നുകൊണ്ട് മനുഷ്യന് വിരോധമായി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ രാത്രിയിൽ കേട്ട ഒരു കാര്യം, അവൻ ഭൂതലത്തിലുള്ള മനുഷ്യരെ സകലരെയും അവൻ തെറ്റിച്ചു കളയുന്നവനാണ്. വീണ്ടും ശത്രുവായ സാത്താന്റെ പ്രവർത്തികളെ കുറിച്ചും അതിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചും നാം നോക്കുമ്പോൾ എപ്രകാരമാണ് അതിൽ നിന്നൊരു വിടുതൽ മനുഷ്യന് പ്രാപിപ്പാൻ കഴിയുന്നത്? 81-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ നാം വായിച്ചാൽ സങ്കീർത്തനക്കാരൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ പിശാചിന്റെ ശക്തികളോട് എതിർത്ത് നിന്ന് ജയം നേടുവാൻ എന്താണ് അവന് വേണ്ടത് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. വായിച്ചട്ട് 13-14 വാക്യങ്ങൾ. അയ്യോ, എന്റെ ജനം എന്റെ വാക്കു കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ, ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കും, വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അവരുടെ വൈരികളുടെ നേരെ എന്റെ കൈ തിരിക്കും, അവരുടെ വൈരികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായി. ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്ന മറ്റൊരു സത്യം, അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. എങ്കിൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികൾക്ക് നേരെ ഞാൻ എന്റെ കൈ തിരിക്കുമായിരുന്നു. ഇന്ന് രാത്രി വേളയില് ദൈവത്തിന്റെ വചനം കേട്ട് ദൂരെയും ചാരയുമായി നിന്ന് ഈ സത്യങ്ങളെ കേൾക്കുമ്പോൾ മനുഷ്യന്റെ നിത്യവൈരിയായി, അവന്റെ നിത്യശത്രുവായി, മനുഷ്യന്റെ പ്രതിയോഗിയായി, ഭൂതലത്തെ തെറ്റിക്കുന്നവനായി, ആത്മീക ജീവിതത്തെ താളം തെറ്റിക്കുന്നവനായി, മനുഷ്യന് വിരോധിയായി നിൽക്കുന്ന ശത്രുവായ സാത്താന്റെ പോരാട്ടത്തില് മനസ്സ് ഭാരപ്പെട്ട് എങ്ങനെയാണ് ദൈവമേ ഞാൻ എന്റെ ജീവിതം മുൻപോട്ട് നയിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് ഉത്തരം കിട്ടാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞ ആ വാക്ക് ഞാൻ ആത്മാവിൽ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. വൈരി നിങ്ങളുടെ മുൻപാകെ കീഴടങ്ങും. വൈരിയുടെ നേരെ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് കരത്തെ ചലിപ്പിച്ച സ്വർഗത്തിലെ ദൈവം തന്റെ കരം ശത്രുവിന്റെ പേരെ നീട്ടുമ്പോൾ ശത്രു പരാജയപ്പെടുവാനിടയാകും. പക്ഷേ നാം ചില കാര്യങ്ങൾ ചെയ്യണം. ദൈവിക അനുഗ്രഹങ്ങളെ കുറിച്ച് നാം നോക്കിയാൽ ഒരു മനുഷ്യന് ഉന്നതനായ ദൈവം, ഉയരങ്ങളിൽ വസിക്കുന്ന ദൈവം, കൃമിയും പൊടിയുമാകുന്ന മനുഷ്യന് ദൈവത്തിന്റെ സഹായം അയച്ചു കൊടുക്കുവാൻ ദൈവം ചില കണ്ടീഷനുകൾ വെച്ചിട്ടുണ്ട്. വ്യവസ്ഥകളുടെ മേലാണ് ദൈവിക അനുഗ്രഹം. ആകയാൽ നാം എന്താണ് ചെയ്യേണ്ടത്? ബൈബിൾ പറയുന്നത്, അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കണം, എന്റെ വഴികളിൽ നടക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കരം വൈരിയുടെ നേരെ തിരിക്കുകയും വൈരി പരാജയപ്പെട്ടു പോവുകയും ചെയ്യുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വാക്ക് കേൾക്കണം, അഥവാ അവന്റെ വഴികളിൽ നാം നടക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്. ദൈവത്തിന്റെ വഴി, അവന്റെ വാക്കുകൾ. എന്താണ് ദൈവത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്? ദൈവത്തിന്റെ വാക്കുകളെ കുറിച്ച് നാം പഠിച്ചു നോക്കിയാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ തിരുവെഴുത്ത് നാം ആരംഭം മുതൽ പഠിച്ചാൽ ദൈവത്തിന്റെ വാക്കുകൾ മനുഷ്യ ജീവിതത്തോട് വ്യക്തമായി ഇടപെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ ദൈവത്തിന്റെ വാക്കുകളെ ദൈവവചനം പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ എന്നാകുന്നു. ഒരു മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനയാകുന്ന ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവന്റെ വൈരി അവന്റെ മുൻപാകെ പരാജയപ്പെടും. അവന്റെ വൈരിയുടെ നേരെ സ്വർഗത്തിൽ നിന്ന് ദൈവം തന്റെ കരം നീട്ടുവാനിടയാകും. ഇന്ന് രാത്രിയിൽ ദൈവസഹായം പ്രതീക്ഷിച്ച് വന്നിരിക്കുന്ന പല ജീവിതങ്ങളെയും പരിശുദ്ധാത്മാവ് കാണുകയാണ്. കഴിഞ്ഞ ദീർഘനാളുകളായി നിങ്ങളുടെ ജീവിതത്തിൽ സഹായത്തിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് മറുപടി കിട്ടാതെ, ഉത്തരം കിട്ടാതെ അലഞ്ഞ് ഉഴലുന്ന അവസ്ഥയിൽ ഈ ലോകത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കുകയായിരിക്കാം. ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം തന്റെ കരം നീട്ടി നിങ്ങളെ സഹായിപ്പാൻ ഇറങ്ങി വന്നാൽ ആ കരത്തെ സ്വീകരിപ്പാൻ എത്ര പേർ ഒരുക്കമാണ്. പക്ഷെ അത് പ്രാപിപ്പാൻ കഴിയണമെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവത്തിന്റെ വാക്കാകുന്ന ദൈവത്തിന്റെ കൽപ്പന ഒരു മനുഷ്യൻ കേട്ടനുസരിക്കണം.
ആവർത്തന പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം നാം വായിച്ചു നോക്കിയാൽ അവിടെ ഇപ്രകാരം ഒരു സത്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു മനുഷ്യനോട് അവൻ ജീവിച്ചിരിക്കുവാനും അവൻ നന്നായിരിക്കേണ്ടതിനും അവൻ ദീർഘായുസ്സോടെ ഈ ഭൂമിയിൽ പാർക്കേണ്ടതിനും അവൻ എന്താകുന്നു ചെയ്യേണ്ടത്? വായിച്ചട്ടെ, ആവർത്തനം 5:33. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ച സകല വഴികളിലും നടക്കണം. നിങ്ങൾ നന്നായിരിക്കേണ്ടതിന്, ജീവനോടിരിക്കേണ്ടതിന്, നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസ്സോടുകൂടെ ഇരിക്കേണ്ടതിനും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്ന സകല വഴികളും, ദൈവത്തിന്റെ വാക്കുകളും ദൈവത്തിന്റെ വഴികളും എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാം പിൻപിൽ ദൈവത്തിന്റെ കൽപ്പനകളെ നമുക്ക് കാണുവാൻ കഴിയും. ഈ ലോകത്തിൽ മനുഷ്യന്റെ മുൻപാകെ ദൈവത്തിന്റെ സഹായത്തിന്റെ കരമിറങ്ങി വരുവാൻ ബൈബിൾ മനുഷ്യനോട് പറയുന്ന ചില വ്യക്തമായ കൽപ്പനകളുണ്ട്. ആ കൽപ്പനകൾ മനുഷ്യൻ അനുസരിക്കുമ്പോൾ ദൈവം മനുഷ്യനോട് വ്യക്തമായി ഇടപെടുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും, കേരളത്തിലുള്ളവരോടല്ല, ഇന്ത്യയിൽ മാത്രമുള്ളവരോടല്ല, ഈ ഭൂതലത്തിൽ മുഴുവൻ പാർക്കുന്ന സകല മാനവജാതിയോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു സത്യം ദൈവ കൽപ്പന വിളിച്ചു പറയുന്നു. 17:30 വായിച്ചാട്ടെ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുകയാണ്. എല്ലായിടത്തും എല്ലാവരും എന്ന് പറയുമ്പോൾ ഈ ഭൂമിയുടെ ഒരു കോണ് പോലും ഒഴിഞ്ഞിട്ടില്ല. ലോകത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും എന്ന് പറഞ്ഞാൽ മനുഷ്യ പാർപ്പുള്ള സകലയിടങ്ങളിലും പാർക്കുന്ന സകല മനുഷ്യരും എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് ദൈവം കൽപ്പിക്കുകയാണ്. ആ ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തിന് സ്തോത്രം. ജീവിച്ചിരിക്കേണ്ടതിനും നന്നായിരിക്കേണ്ടതിനും ദീർഘായുസ്സുണ്ടാകേണ്ടതിനും അടുത്തത് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, എന്റെ കരം വൈരിയുടെ നേരെ നീട്ടുവാനും വൈരികൾ പരാജയപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ ശത്രുവായ സാത്താൻ പരാജയപ്പെടുവാൻ, മനുഷ്യന്റെ മുൻപാകെ പരാജയപ്പെടുവാൻ മനുഷ്യർ ദൈവത്തിന്റെ കൽപ്പന കേൾക്കണം. ദൈവം പറയുകയാണ്, ഞാൻ കൽപ്പിച്ച എന്റെ വഴികളിൽ നടക്കണം. എന്താണ് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നത്? മനുഷ്യ, നീ ജീവിച്ചിരിക്കേണ്ടതിന്, നിനക്ക് നന്നായിരിക്കേണ്ടതിന് അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാത്ത ദൈവം മനുഷ്യരോട് വിളിച്ചു പറയുന്നു, മാനസാന്തരപ്പെടണം. ആര്? എല്ലാവരും. എവിടെ? എല്ലായിടത്തും. ഒരു സ്ഥലവും ഒഴിഞ്ഞിട്ടില്ല, ഒരു വ്യക്തിയെ പോലും ഒഴിച്ചു നിർത്തിയിട്ടില്ല. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഈ മാനസാന്തരം പറയുമ്പോൾ ചിലപ്പോൾ ചിലർ പറയുന്നത് പെന്തിക്കോസുകാർ എല്ലായിടത്തും പറയുന്നതാ. ഇത് പറയാതിരിക്കാൻ തരമില്ല. കാരണം ദൈവത്തിന്റെ വചനത്തില് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ദൈവകൽപ്പനയാകയാൽ മനുഷ്യന്റെ ജീവിതം നന്നായിരിക്കാൻ അവന്റെ ശത്രുവായ പിശാച് അവന്റെ മുൻപാകെ തോറ്റുപോകുന്നത് അവർക്ക് അനുഭവിപ്പാൻ കഴിയേണ്ടതിന് ബൈബിൾ പറയുന്നു, ദൈവവചനം പറയുന്നു, എന്റെ കൽപ്പന കേട്ടനുസരിക്കണം, ഞാൻ കൽപ്പിച്ച വഴികൾ നടക്കണം. ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു, നീ മാനസാന്തരപ്പെടണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന അടിസ്ഥാനങ്ങളാണ്. വീണ്ടും ദൈവവചനത്തിലേക്ക് വരുമ്പോൾ 71-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ മറ്റൊരു കാര്യം പറയുന്നു. 71-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം, ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. അടുത്തത്, എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എന്റെ പാറയും എന്റെ കോട്ടയുമാകുന്നുവല്ലോ. എന്നെ രക്ഷിപ്പാൻ വേഗം വരണമേ. അടുത്തതായി സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. ഇത് ലോകത്തിലുള്ള സകല മനുഷ്യരോടുമുള്ള ഒരു ദൈവത്തിന്റെ കൽപ്പനയാണ്. ഭൂലോകത്തിൽ പാർക്കുന്ന സകലരും രക്ഷപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, അതാകുന്നു രക്ഷ. ലോകത്തിന്റെ മനുഷ്യന്റെ ജീവിതാവസ്ഥകൾ നോക്കിയാൽ പാപം എന്ന് പറയുന്ന പ്രതിഭാസത്താൽ മനുഷ്യൻ കറപിടിച്ചവനായി പാപത്തിന് ദാസനായി തീർന്ന് അത് നിമിത്തമുള്ള നിത്യശിക്ഷാവധി ഏറ്റുവാങ്ങുവാൻ എന്ന് പറഞ്ഞാൽ ആ നിത്യശിക്ഷാവധിയിലൂടെ മനുഷ്യന് ലഭിക്കുന്ന നരകത്തിന്റെ കവാടത്തിൽ ശിക്ഷയേൽക്കുവാൻ പോയി നിൽക്കുന്ന മനുഷ്യനെ ആ നരകത്തിന്റെ കവാടത്തിൽ
നിന്ന് കൈപിടിച്ചുയർത്തി ദൈവസിംഹാസനം വരെയും കൊണ്ടുപോകുവാൻ അവന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രക്ഷ എന്നുള്ളത്. അത് ദൈവം കൽപ്പിച്ചതാണ്. ഭൂതലത്തിലുള്ള സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. ലോകത്തിലെ സകല മനുഷ്യരും രക്ഷപ്പെടണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ രക്ഷിക്കപ്പെടണം എന്ന് പറയുന്നത്? രക്ഷ എന്നുള്ളതിന് അതിന്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം സോറ്റീരിയ എന്നാകുന്നു. ആ ഒരു പദമാണ് കൊടുത്തിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ. അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ആ ന്യായവിധിയിൽ നിന്നും, മരണ ഭയത്തിൽ നിന്നും, ശത്രു പീഡയിൽ അത് നിമിത്തം ഉണ്ടാകുന്ന ഭയത്തിൽ നിന്നും മനുഷ്യനുണ്ടാകുന്ന വിടുതൽ, അതാകുന്നു സോറ്റീരിയ എന്ന് പറയുന്നത്. ഇത് ദൈവം കൽപ്പിച്ചതാണ്. ഭൂതലത്തിലെ സകല മനുഷ്യർക്ക് അത് ദൈവത്തിന്റെ ദാനമാകും. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ അപ്പോസ്തലൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമാകുന്നു. അത് ദൈവത്തിന്റെ ദാനമാണ്. അത് സൗജന്യമായി ദൈവം ലോകത്തിൽ കൊടുക്കുകയാ. എന്താണ് അതിന്റെ കാരണം? അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. എന്നെ രക്ഷിപ്പാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ലോകത്തിലുള്ള സകല മനുഷ്യരും രക്ഷപ്പെടണം. ശിക്ഷാവധിയിൽ നിന്ന്, പാപത്തിന്റെ അനന്തരഫലമായി മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന നിത്യശിക്ഷാവധിയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ച രക്ഷ എന്ന നിത്യസത്യം മനുഷ്യന്റെ മുൻപാകെ ദൈവം കൽപ്പനയായി കൊടുക്കുകയാണ്. ദൈവവചനം പറയുന്നു, രക്ഷിക്കപ്പെടുക എന്നുള്ളത് ദൈവകൽപ്പനയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വഴികളിൽ നടക്കണം, അപ്പോൾ ശത്രു കീഴടങ്ങും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, കഴിഞ്ഞ നാളുകളില് ശത്രുവായ സാത്താന്റെ പോരാട്ടങ്ങളാൽ നിങ്ങളുടെ കുടുംബം തകർന്ന് കുടുംബജീവിതങ്ങളിൽ ശിഥിലമാകുന്ന അവസ്ഥ, നന്മകൾക്ക് തടസ്സം, ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ ചോദിക്കട്ടെ, സ്നേഹിത, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? രക്ഷിക്കപ്പെടുവാൻ കഴിഞ്ഞെങ്കിൽ അത് ദൈവകൽപ്പനയാ. ദൈവകൽപ്പന എന്ന ദൈവത്തിന്റെ വഴികളിലേക്ക് വരുമ്പോൾ ദൈവം തന്റെ കരം നീട്ടി നിന്നെ വിടിവിപ്പാൻ, ശത്രുവിന്റെ പക്കൽ നിന്ന് നിന്നെ വിടിവിപ്പാൻ അവൻ സഹായിക്കുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചോദിക്കും, എങ്ങനെ രക്ഷപ്പെടും? അതിനുള്ള മാർഗം അറിയാതെ ഒരുപക്ഷെ മുൻപോട്ട് പോകുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവവചനം ഇപ്രകാരം പറയുന്നു. 2:21, കർത്താവിന്റെ നാമം വിളിക്കുന്നവൻ, ആ ഭാഗം മാത്രം വായിച്ചാണ്. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. കർത്താവിന്റെ നാമം വിളിക്കപ്പെടുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുകയാണ്. ആ നാമത്തെ നാം വിളിക്കണം. കർത്താവും രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തെ നാം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ആ രക്ഷ നമുക്കുണ്ടാകും. എപ്രകാരമാണ് ഈ നാമത്തെ നാം വിളിച്ചപേക്ഷിക്കേണ്ടത്? റോമാലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 9-10 വാക്യങ്ങൾ വായിച്ചാൽ അപ്പോസ്തലനായ പൗലോസോട് പറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, ആധരങ്ങൾ കൊണ്ട് ഏറ്റുപറയണം, അപ്പോൾ രക്ഷിക്കപ്പെടും. ആ വാക്യം കൂടെ വായിക്കാം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയണം. അപ്പോസ്തല പ്രവൃത്തി 2:21 വായിച്ചത്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. എങ്ങനെയാണ് വിളിച്ചപേക്ഷിക്കേണ്ടത്? യേശുവിനെ കർത്താവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരങ്ങൾ കൊണ്ട് നാം ഏറ്റുപറയുവാനിടയാകണം. അപ്പോൾ ഈ രക്ഷ നമുക്ക് കിട്ടുവാനിടയാകും. വേദപുസ്തകം മനുഷ്യന്റെ ജീവിതത്തിൽ രക്ഷയ്ക്കുള്ള ഒരുപാട് മാർഗങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ലോകത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിപ്പിച്ചാൽ ഈ രക്ഷയുടെ ആവശ്യമില്ല എന്നും, രക്ഷ ബൈബിൾ സാക്ഷ്യത്തിൽ കേട്ടല്ലോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നവർ ലോകത്തിൽ എത്രയോ സമൂഹങ്ങൾ, എത്രയോ സംഘങ്ങൾ, സംഘടനകൾ ആ നിലയിൽ പറയുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ആത്മീകമായ ഒരു ഉണർവുണ്ടാകുമ്പോൾ രക്ഷിക്കപ്പെടണം, ദൈവകൽപ്പന അനുസരിക്കണമെന്നൊക്കെ പറഞ്ഞ് മുൻപോട്ട് പോകും. എന്നാൽ അതിന് വിരോധമായി മറ്റൊന്ന് കേട്ടാൽ ഉടനെ അതിലേക്ക് ചാഞ്ഞു പോവുകയാണ്. അടുത്തൊരു ദിവസം വേറൊന്ന് കേൾക്കുമ്പോൾ അതിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഇരുമനസ്സുള്ളവരായി ജീവിച്ചാൽ ദൈവത്തിന്റെ രക്ഷ ഒരിക്കലും അവകാശമാക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കല് ഒരു സ്ഥലത്ത് ഒരു വർക്കി എന്ന് പറയുന്ന ആളുണ്ടായി. അദ്ദേഹം ഒരു പുതിയ ബിസിനസ് തുടങ്ങുവാൻ തുടങ്ങി. ഒരു നല്ല മീൻ കച്ചവടം തുടങ്ങി. ഒരു മീൻകട തുടങ്ങുവാനായി സ്നേഹിതന്മാരെ ഒക്കെ വിളിച്ചുകൂട്ടിയിട്ട് കട തുടങ്ങി. അതിന്റെ മുൻപിൽ ഒരു ബോർഡ് എല്ലാവരെയും കാണിക്കുവാൻ എഴുതിയിട്ടു, ഇന്നത്തെ വിൽപ്പനയ്ക്കുള്ള പുതിയ മത്സ്യം. കാരണം ആളുകളൊക്കെ കണ്ട് ഇന്നത്തെ
ഇന്നത്തെ മാത്രമായിട്ടുള്ള വിൽപ്പനയാണെന്നും അത് പുതിയതാണെന്നും ഒക്കെ പറഞ്ഞ് വന്ന് വാങ്ങാൻ വേണ്ടി നല്ലൊരു ബോർഡ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയത് താൻ എഴുതി വെച്ചു. ഇന്നത്തെ വിൽപ്പനയ്ക്കുള്ള പുതിയ മത്സ്യം. കണ്ടു നിന്നതിൽ ഒരാൾ പറഞ്ഞു, അത് ഇന്നത്തെന്നോ നാളത്തെന്നോ ഒന്നും ആരും അറിയണ്ട, വിൽപ്പനയ്ക്കുള്ള പുതിയ മത്സ്യം എന്ന് എഴുതിയാൽ മതി. അപ്പൊ വർഗീച്ചാൻ ഇന്നത്തെ എന്നുള്ളത് അങ്ങ് മാറ്റിയിട്ട് വിൽപ്പനയ്ക്കുള്ള പുതിയ മത്സ്യം ഒന്നാക്കി. അത് കഴിഞ്ഞപ്പോ 2 ദിവസം കഴിഞ്ഞപ്പോ അടുത്തൊരു സ്നേഹിതൻ വന്നിട്ട് പറഞ്ഞു, പുതിയതാണെന്നും പഴയതാണെന്നും ഒന്നും ആരും അറിയണ്ട, കിട്ടുന്നത് അങ്ങ് വിറ്റാ മതി, അതുകൊണ്ട് പുതിയതൊന്നും വേണ്ട, ഇനി വിൽപ്പനയ്ക്കുള്ള മത്സ്യം എന്ന് മാത്രം മതി. അടുത്ത ദിവസം വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, മത്സ്യം വിൽക്കാനല്ലേ വെച്ചേക്കുന്നത്, പിന്നെ വിൽപ്പനയ്ക്കൊന്നും എഴുതേണ്ട കാര്യമില്ല, മത്സ്യം ഒന്ന് മാത്രം അങ്ങ് എഴുതിയാൽ മതി. അദ്ദേഹം വിൽപ്പനയെ അങ്ങ് തുടച്ചു കളഞ്ഞു, മത്സ്യം എന്ന് മാത്രം എഴുതി. 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്ന് പറഞ്ഞു, മത്സ്യമൊന്നും എഴുതേണ്ട കാര്യമില്ല, കാരണം ഇതിനടുത്ത് വരുമ്പോഴേ ഇതിന്റെ നാറ്റമൊക്കെ അടിച്ച് ആളുകൾക്ക് മനസ്സിലാകും, ഇതിനടുത്തൊരു മീൻകട ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാകാതെ, അതുകൊണ്ട് അതും വേണ്ട എന്ന് പറഞ്ഞു. ഇദ്ദേഹം ആ ബോർഡും അങ്ങ് തൊത്തു കളഞ്ഞു. 3-ന്റെ അന്ന് വർക്കി മീൻകടയും പൂട്ടി വീട്ടിൽ പോകേണ്ടതായിട്ട് വന്നു. ഇന്ന് പലരുടെയും ജീവിതത്തിൽ അങ്ങനെയാ. പലതും പലയിടത്തുനിന്നും കേൾക്കുമ്പോൾ അതാണോ ശരി, ഇതാണോ ശരി, ഏതാണ് സത്യം, എന്താണ് ചെയ്യേണ്ടത് ഒന്നും അറിയാൻ വയ്യാതെ അവസാനം ബോർഡിലുള്ളതെല്ലാം തുടച്ചു കളയും. അവസാനം കിട്ടിയതും പൂട്ടി വീട്ടിൽ പോകേണ്ടതായിട്ട് വരും. ഒരു സത്യം ദൈവമക്കൾ അറിയണം, രക്ഷ ദൈവത്തിന്റെ ദാനമാ. അതിന് ഏക മാർഗം രക്ഷകനായ യേശു മാത്രം. അവന്റെ നാമത്തെ ഏറ്റുപറഞ്ഞാൽ മാത്രമേ കിട്ടൂ. പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ക്രിസ്തീയ പാരമ്പര്യം ദീർഘനാളുകളായി പറയുന്നത് കൊണ്ടോ ഇതൊന്നും ഒരു കുടുംബത്തിലും വരുന്നതല്ല. ഇത് സൗജന്യമാണ്. ഏറ്റുപറയുന്ന ഏവർക്കും യേശുവിനെ രക്ഷിതാവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുമ്പോൾ അവൻ രക്ഷിക്കപ്പെടും എന്നാകുന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. വീണ്ടും നാം കടന്നു വരുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 16 വായിച്ചാൽ അവിടെ മറ്റൊരു കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, ഇല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമായി പറയുന്ന ഒരു സത്യമാണ്. ഒന്ന് വിശ്വസിക്കണം, അടുത്തതവൻ സ്നാനമേൽക്കണം. അപ്പോൾ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് അവൻ വളർന്നുകൊണ്ടിരിക്കുകയാ. സ്നാനം അത് ദൈവവചനത്തിന്റെ സത്യമാ. അതിനെ മാറ്റി നിർത്തുവാൻ സാധ്യമല്ല, ഒഴിച്ചു മാറ്റി നിർത്തുവാൻ കഴിയുന്നതല്ല. ഈശോ മശിഹാ ലോകത്തിൽ വന്ന് 30 വയസ്സ് വരെ മാതാപിതാക്കളോടുകൂടെ ജീവിച്ച 30ാമത്തെ വയസ്സിൽ സ്നാപക യോഹന്നാന്റെ അടുക്കൽ യോർദാൻ നദിയിൽ വന്ന് മുഴുകൽ സ്നാനം സ്വീകരിച്ച് അവൻ വെള്ളത്തിൽ നിന്ന് കയറി പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അവന്റെ മേൽ വന്ന് അടുത്ത 3.5 വർഷക്കാലം കൊടുങ്കാറ്റ് പോലെ ഈ ഭൂമിയില് തന്റെ പരസ്യമായ ശുശ്രൂഷ ചെയ്യുന്നതിന് മുൻപ് അവൻ ചെയ്ത ഏറ്റെടുത്ത ഒരു മഹത്തായ സത്യവും അപ്പോസ്തലന്മാർക്ക് കൽപ്പന കൊടുത്തത് ലോകത്തിലുള്ളവർ ഏറ്റുകൊള്ളണമെന്ന് സാക്ഷാൽ ഈശോ മശിഹാ പറഞ്ഞത് അപ്പോസ്തലന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞതുമായ സത്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ആധുനിക ലോകത്തിലുള്ള പലർക്കും ആ സത്യത്തെ ഏറ്റുകൊള്ളുവാൻ കഴിയുന്നില്ല. സഭയുടെ ചരിത്രം നാം പഠിച്ചാല് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സഭാപിതാക്കന്മാരുടെ ചരിത്രം പഠിച്ചാൽ സെന്റ് ആംബ്രോസ്, സെന്റ് അഗസ്റ്റ്യൻ, വിശുദ്ധ തെർത്തുല്യൻ എന്നൊക്കെ പറയുന്നത് ആദിമ സഭയുടെ പിതാക്കന്മാരായിരുന്നു. അവരുടെ ഒക്കെ എഴുത്തുകളെ നാം പഠിച്ചു നോക്കിയാൽ അവർ ആദിമ സഭയ്ക്ക് കൊടുത്ത ഉപദേശം സ്നാനം എന്നുള്ളത് മുഴുകലായിരിക്കണം, അത് തൃത്വനാമത്തിലായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി ആദിമ നൂറ്റാണ്ടിലെ സഭയെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ സഭായുഗത്തിൽ ഇരുളടഞ്ഞൊരു കാലഘട്ടം കടന്നു വന്നപ്പോൾ അവർ ഈ ഉപദേശങ്ങൾക്ക് മാറ്റം വരുത്തി. വചനത്തിന്റെ സത്യത്തെ അവർ കാറ്റിൽ പറത്തി. യാഥാർത്ഥ്യത്തിലേക്ക് മുഖം തിരിക്കാതെ അവർ പുറം കാട്ടിപ്പോയപ്പോൾ ഇന്ന് സ്നാനമെന്ന സത്യം ലോകത്തിന്റെ മുൻപാകെ മറയ്ക്കപ്പെട്ടതായി, അടയ്ക്കപ്പെട്ടതായി തീരുകയാ. വിശുദ്ധ ബൈബിൾ പറയുന്നത് സ്നാനമേൽക്കുമ്പോൾ അവനൊരു രക്ഷയുണ്ടാകുകയാണ്. ബൈബിൾ അതാണ് നമ്മെ ഓർപ്പിച്ചത്. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുമ്പോൾ അവൻ രക്ഷിക്കപ്പെടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താണ് നാം ഇവിടെ വായിച്ചു കേട്ടത്? എന്റെ വചനം കേട്ട് എന്റെ വാക്കുകളെ അനുസരിച്ച് എന്റെ കൽപ്പനകളെ കേട്ടു നടക്കുമ്പോൾ ശത്രുവിന്റെ നേരെ അവന്റെ കൈ അവൻ തിരിക്കും എന്നാണ് നാം വായിച്ചു കേൾപ്പാൻ ഇടയായി തീർന്നത്. 81-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യം ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചാട്ടെ. അയ്യോ, എന്റെ ജനം എന്റെ വാക്കു കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. വേഗത്തിൽ അവരുടെ ശത്രുക്കളെ ഞാൻ കീഴടക്കുമായിരുന്നു. ശത്രു നമ്മുടെ മുൻപാകെ കീഴടങ്ങുവാൻ, ശത്രുവായ പിശാച് നമ്മുടെ മുൻപാകെ കീഴടങ്ങുവാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. ഒരു മനുഷ്യൻ ദൈവകൽപ്പന പ്രകാരം ഈ ലോകത്തിൽ മുൻപോട്ട് പോകണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നാം തിരുവെഴുത്തുകളെ പരിശോധിക്കുമ്പോൾ മനുഷ്യൻ
മനുഷ്യന്റെ വൈരിയായ സാത്താൻ മനുഷ്യന് നേരെ എന്താകുന്നു ചെയ്യുന്നത്? കഴിഞ്ഞ രാത്രിയിൽ ഒരു കാര്യം നാം ചിന്തിച്ചു. ഒന്ന്, അവൻ ഭൂതലത്തെ തെറ്റിക്കുന്നവനാണ്. എന്താണ് തെറ്റാനുള്ള കാരണം? തിരുവെഴുത്തും ദൈവശക്തിയും അറിയുന്നില്ല. ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യന് വിടുവിക്കപ്പെടുവാൻ എന്താണ് അവൻ ചെയ്യേണ്ടത്? അവൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം. കൽപ്പനയാകുന്ന മാനസാന്തരം ഏറ്റുപറഞ്ഞ് സ്വീകരിക്കണം. ദൈവകൽപ്പനയാകുന്ന രക്ഷ അത് സൗജന്യമായി യേശു ക്രിസ്തുവിലൂടെ നേടണം. ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ ദൈവകൽപ്പനയായ വിശ്വാസ സ്നാനം വിശ്വാസത്താൽ ഏറ്റുപറഞ്ഞ് അവൻ സ്വീകരിക്കണം. അടുത്തതായി നാം നോക്കുമ്പോൾ സാത്താൻ മനുഷ്യനെ നേരെ പ്രയോഗിക്കുന്ന അടുത്തൊരു പ്രയോഗം, ഈ വൈരി എന്താകുന്നു ചെയ്യുന്നത്? ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം കൊണ്ടുവന്നാൽ ദൈവവചനം പറയുന്നത് 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പിശാചെന്ന ശത്രു അല്ലെങ്കിൽ ആ വൈരി മനുഷ്യരിൽ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി അവിടെ പറയുന്നു. വായിച്ചോട്ടെ 11-ാമത് വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. വൈരിയാകുന്ന സാത്താൻ ചെയ്യുന്ന അടുത്തൊരു കാര്യം, അവൻ എപ്പോഴും മനുഷ്യരെ തോൽപ്പിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. തോൽവി എന്നുള്ളത് ശത്രുവിന്റെ ഒരു അനുഭവം അല്ലെങ്കിൽ അവന്റെ അവകാശമാണ്. ഇത് സംഭവിച്ചത് യേശുവിന്റെ കാൽവറിയിലാണ്. അവൻ പരാജയപ്പെട്ടവനാണ്. നമുക്കറിയാം പിശാചിന്റെ ഉൽപ്പത്തി. സ്വർഗോന്നതങ്ങളിൽ കയറി ദൈവസിംഹാസനത്തിന് മീതെ അവന്റെ സിംഹാസനം സ്ഥാപിക്കുവാൻ അരുണോദയപുത്രനായി ശുക്രൻ ആരംഭിച്ചപ്പോൾ പ്രധാന ദൂതന്റെ വെട്ടേറ്റവൻ ഭൂമിയിലേക്ക് പതിച്ചു. അവിടെ പരാജയത്തിലൂടെയാണ് ആരംഭം. ഇന്നവൻ ചെയ്യുന്നത് മുഴുവൻ പരാജയമാണ്. എന്നാൽ യേശുവിന്റെ കാൽവറിയിൽ ശത്രുവായ സാത്താൻ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങി അവൻ പരാജയം സമ്മതിച്ചു. സാത്താന്റെ ചരിത്രം പഠിച്ചാൽ അവൻ എല്ലായിടത്തും പരാജയം. പക്ഷേ പിശാച് പലപ്പോഴും ജയിച്ചാ നിൽക്കുന്നത്. ചില ദൈവമക്കളുടെ ജീവിതത്തിൽ പോലും ശത്രു ജയിച്ചാ നിൽക്കുന്നത്. കാരണം എന്തെന്നറിയാമോ? അവന്റെ ശക്തി കൊണ്ടൊന്നുമല്ല, അവൻ ഭയങ്കര തന്ത്രശാലിയാ, ഭയങ്കര സൂത്രക്കാരനാ. അതാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, ഭയങ്കര തന്ത്രവും ഉപായത്താലും ഒക്കെ ജീവിക്കുന്നവരുണ്ട്. ഭയങ്കര തന്ത്രം, ഒരു വാക്ക് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും തന്ത്രം കാണും. ഒരു പ്രവൃത്തി ചെയ്താൽ അതിനകത്തൊരു ഉപായം കാണും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ കാണുമ്പോൾ അറിഞ്ഞുകൊള്ളണം, ശത്രുവിന്റെ മക്കളാണ്, സാത്താന്റെ സ്വന്തത്തിൽ പെട്ടവരാണ്. അവരെ ദൈവമക്കളൊക്കെ ആയിരിക്കും, കാര്യം ശരിയാ. പക്ഷേ ഉപായവും തന്ത്രവും സൂത്രവുമായിട്ട് നടക്കുന്നതെങ്കിൽ സാത്താന്റെ ആയുധപ്പുരയാണ് അവരുടെ ഹൃദയം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുക, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അടുത്തത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ദൈവത്തിന് സ്തോത്രം. ശത്രു നമ്മെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. എപ്പോഴും പിശാചിന്റെ ആഗ്രഹം നമ്മെ തോൽപ്പിക്കണമെന്ന. ഈ തോൽവിയിൽ നിന്ന് ഒരു മനുഷ്യൻ എപ്രകാരം വിടുതൽ നേടും? സങ്കീർത്തനക്കാരൻ പറയുന്നത്, വൈരിയുടെ നേരെ എനിക്ക് സഹായം ചെയ്യണം. ഈ സഹായം എപ്രകാരം മനുഷ്യന് ലഭിക്കും? ശത്രു മനുഷ്യനെ തോൽപ്പിക്കുമ്പോൾ എപ്രകാരമാണ് അവന് ജയമുണ്ടാകുന്നത്? സങ്കീർത്തനത്തിലേക്ക് വന്നാൽ 80-ാം സങ്കീർത്തനം 20-21 വാക്യങ്ങൾ വായിച്ചാൽ പഴയ നിയമ രാജാവായിരുന്ന ദാവീദിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്ക് നമുക്ക് അവിടെ കാണാം. വായിച്ചോട്ടെ 20-21 വാക്യങ്ങൾ. 89-ാം സങ്കീർത്തനം 20-21 വാക്യങ്ങൾ. ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എന്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും. ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എന്റെ വിശുദ്ധ തൈലത്താൽ ഞാൻ അവനെ അഭിഷേകം ചെയ്തു. അടുത്തത്, എന്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും. എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. കാരണം എന്തെന്നറിയാമോ? എന്റെ ദാസനായ ദാവീദിനെ ഞാൻ തിരഞ്ഞെടുത്തു, എന്റെ വിശുദ്ധ തൈലത്താൽ ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എന്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. ഇന്ന് രാത്രി ഇവിടുന്ന് പോകുമ്പോൾ ഏറ്റുപറച്ചിൽ നമുക്കും ഉണ്ടായിരിക്കണം, ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. ആരെ? യഹോവയുടെ വിശുദ്ധ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാഭിഷേകം വിശ്വാസത്താൽ പ്രാപിച്ച ദൈവമക്കളെ തോൽപ്പിക്കുവാൻ ശത്രുവിന് സാധ്യമല്ല. എന്താണ് ശത്രുവിന്റെ പ്രവൃത്തികളിൽ ഒന്ന്? അവൻ നമ്മെ തോൽപ്പിക്കുന്നവനാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും തോൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താ? അവൻ തോറ്റവനാണ്. തോറ്റവന്റെ ആഗ്രഹം എല്ലാവരും തോൽക്കണമെന്നാണ്. അങ്ങനെ മനുഷ്യരെ പരാജയപ്പെടുത്തുവാൻ ശത്രു തന്ത്രങ്ങൾ, ഉപായങ്ങൾ, വക്രബുദ്ധി ഇതൊക്കെ മെനഞ്ഞു വരുമ്പോൾ തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു, അവനെ ശത്രു തോൽപ്പിക്കയില്ല. ആരെ? എന്റെ ദാസനായ ദാവീദിന്റെ മേൽ ഞാൻ എന്റെ
വിശുദ്ധ തൈലത്തിന്റെ അഭിഷേകം അവന്റെ മേൽ വെച്ചിട്ടുണ്ട്. എന്റെ കൈ അവരോടുകൂടെ സ്ഥിരമായിരിക്കും, ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. ഇന്ന് രാത്രി വേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാഭിഷേകം വിശ്വാസത്താൽ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അഭിഷേകമുള്ള ദൈവമക്കളെ പരാജയപ്പെടുത്തുവാൻ ശത്രുവിനെ